ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ജനകീയമാക്കുകയും ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു ഗതാഗത വകുപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ. പ്രത്യേകിച്ച് ഇതിലിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ആശങ്കയാണ് നമ്മുടെ ഈ ദേശീയപാതയിലെ വാഹനങ്ങളൊക്കെ നിരന്തരം കുഴിയിൽപ്പെടുന്നു, പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ പ്രതിപക്ഷം ഇപ്പോൾ കുറ്റപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനെയല്ല, സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം വരാൻ പോകുന്നൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് ഒരു പൊതു തിരഞ്ഞെടുപ്പുമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ ഇതിനെ ജനങ്ങൾ സത്യസന്ധമായി വിലയിരുത്തണം. ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് അഭിപ്രായം പറയില്ല, ഞാനൊരു പൊതുജനമായിട്ട് അഭിപ്രായം, ഒരു സാമാന്യം ദൂരെ നിന്ന് മാറി ഇന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നുള്ളത് മാറ്റി നിർത്തൂ, MLA എന്നുള്ളത് മാറ്റി നിർത്തൂ, എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കട്ടെ. ഈ നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ 2 ഘട്ടങ്ങളാണ്. സാധാരണ ഒരു ഘട്ടമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെ പണം മുടക്കുന്നു, സ്ഥലമെടുക്കുന്നു, അവരിനെ പണിഞ്ഞ് ടോൾ വിരിക്കുന്നു. ഈ 3 ഘട്ടങ്ങളാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഈ പൈസ കാലാകാലങ്ങളിൽ ടോളിലൂടെ തിരിച്ചു പിടിക്കുന്നു എന്നാണ് സങ്കല്പം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 3 ഘട്ടങ്ങളാണ്. ഒന്ന്, സ്ഥലം എടുത്തു കൊടുക്കുക, അത് കേന്ദ്ര ഗവൺമെൻറ് കൈയൊഴിഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ സ്ഥലം എടുക്കുകയാണ്. 5000-ലധികം കോടി രൂപയ്ക്ക് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ, അതും ഇനി ഉമ്മൻചാണ്ടിയാന്ന് പറയരുത്, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ കേന്ദ്ര ഗവൺമെൻറ്, അന്നത്തെ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും എല്ലാം ഇരുന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് തന്നെ പണമെടുത്ത് ഈ സ്ഥലം എടുത്തു കൊടുക്കാൻ തീരുമാനിച്ച് 5000 കോടി ഈ സ്ഥലം എടുക്കുന്നു. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോടാനുകോടി രൂപ സാധാരണക്കാരായ ജനങ്ങളുടെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം, മറക്കരുത്. ഒരിക്കലും ഒഴിഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത 5 രൂപ പോലും വാടകയില്ലായിരുന്ന കടകളൊക്കെ നാഷണൽ ഹൈവേ ഇതിനു വേണ്ടി എടുത്തപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഉടമയ്ക്ക് കിട്ടിയത്. 25 രൂപ വാടകയ്ക്കൊക്കെ ഇരുന്ന കടകളുണ്ട്. അത് പോയപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ലാന്ന് വിചാരിച്ച ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപ മലയാളികളുടെ പോക്കറ്റിൽ വീണു. ഈ 5000 കോടി രൂപ അല്ല, ഈ 5000 കോടി തമിഴ്നാട്ടിലല്ലേ പോയി വീണേ. അങ്ങനെ ആളുകൾ സമ്പന്നരായിട്ടുണ്ട്, സാമ്പത്തികമായി ആളുകളുടെ കയ്യിൽ പണമുണ്ട്. പലരും മിണ്ടുന്നില്ല എന്നുള്ള വൈറ്റ് മണിയാണ്. അത് പലരും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസയുണ്ട്, ബാങ്കുകളിൽ നിക്ഷേപം വന്നു, അവർ കാർ വാങ്ങിക്കാൻ തുടങ്ങി, സ്ഥലം വാങ്ങിക്കാൻ തുടങ്ങി, ഒരുപാട് ക്രയവിക്രയങ്ങൾ അതിൻ്റെ പേരിൽ നടന്നു. അതവിടെ നിൽക്കട്ടെ. 2ാം ഘട്ടം നാഷണൽ ഹൈവേയുടെ നിർമ്മാണമാണ്. നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫണ്ട് അനുവദിക്കുന്നത്. ഫണ്ട് അനുവദിക്കുക മാത്രമല്ല, ഡിസൈനിങ് അവർ തന്നെയാണ്. ഇതിൻ്റെ സൂപ്പർവിഷൻ ഇവരെ കൂടെ നിൽക്കാൻ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് കേരള നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്, കേരളത്തിലെ PWD NH എന്ന വിഭാഗത്തിന് അധികാരമുള്ളത്. ഇതിൻ്റെ കൂടെ നിൽക്കുക, അവർ പറയുന്നതൊക്കെ ശരിയാണെന്നോ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്ലാനിലൊരു ചെറിയ മാറ്റം വരുത്താൻ പോലും PWD ചീഫ് എഞ്ചിനീയർ പോലും അധികാരമില്ല. ഞാനിത് അടുത്ത് ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അധികാരമില്ല. കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിലൊരു റോളുമില്ല, അവർ കാഴ്ചക്കാരാണ്. ഡിസൈൻ വരച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ തന്നെയാണ്. പലപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഡിസൈൻ വരച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം, പുനലൂർ, പൊൻകുന്നം KSTP വർക്ക് നടക്കുമ്പോൾ അറിയാം, ഗ്രൗണ്ടിൽ വന്നിട്ടല്ല പ്ലാൻ വരച്ചത്. ഇവരുടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ശൈലി എന്ന് പറയുന്നത് ദൂരെ ഇരുന്ന് ചില കൺസൾട്ടൻസി ഏൽപ്പിച്ചിട്ട് ആകാശത്തിരുന്നാണ് പ്ലാൻ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകി വീട്ടിൽ കയറുക, താഴെയുള്ള വീട്ടിൽ നിന്ന് കാറ് കയറ്റാൻ പറ്റാതെ വരിക, ഇതെല്ലാം പറ്റുന്ന റോഡ് അങ്ങ് പണിത് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അശാസ്ത്രീയമായ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ്. പണം തരുന്നതും കേന്ദ്ര ഗവൺമെൻറ്. ഇത് സ്ഥലമെടുത്ത കാശ് കേരളത്തിൽ മാത്രം, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമെടുക്കുന്നു, സ്ഥലമെടുക്കുന്നു, പണിയുന്നു, ടോൾ പിരിക്കുന്നു. നമുക്ക് പൈസ കിട്ടൂല. നമ്മൾ പണം എടുത്തു തന്നാൽ പണിയാന്ന് പറഞ്ഞു. നമ്മൾ പണം കൊടുത്തു, 5000 കോടിയിലധികം കൊടുത്ത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 1ാം പിണറായി സർക്കാർ സ്ഥലം എടുത്തു കൊടുത്തു. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പണി നടക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, കോടിക്കണക്കിന് രൂപ ചിലവാക്കി അവരുടെ ഡിസൈനിൽ അവർ പണിയാണ്. അവരെ കോൺട്രാക്ടർ, അവർ നിശ്ചയിക്കുന്ന കോൺട്രാക്ടർ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ. ഒരു ഫ്ലൈ ഓവർ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അണ്ടർപാസ് വേണോ അവരാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സമരങ്ങളോ നമ്മുടെ റിക്വസ്റ്റുകളോ അവർ മാനിക്കാറില്ല. അപ്പോൾ എന്താ പറയുന്നത്, പ്ലാനായിപ്പോയി, പദ്ധതി ആയിപ്പോയി, ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് ചാലക്കുടിയിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഫ്ലൈ ഓവർ വേണമെന്നും അണ്ടർപാസ് വേണമെന്നും സമരങ്ങൾ, ജനകീയ സമരങ്ങളെ കണ്ണടച്ച് തട്ടിക്കളഞ്ഞുകൊണ്ട് ഉണ്ട്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, 5000 കോടി നമ്മൾ ചിലവഴിച്ച് അത് തിരിച്ചു കിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ മുടക്കുന്നു എന്ന് പറയുന്ന ഈ പണം അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഓരോ ജനങ്ങളിൽ നിന്നും കോടാനുകോടി രൂപ ടോളായിട്ട് പിരിക്കുകയാണ്. പാലിയക്കരയിലും ടോൾ പ്ലാസകളിൽ നമ്മൾ കാണുന്ന കോടിക്കണക്കിന് ഒരു ദിവസവും കോവളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഈ പണം പിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് മുടക്കുന്നു, തിരിച്ച് ജനങ്ങളിൽ നിന്ന് പിടിക്കുന്നു. പിന്നെ എന്താ അവകാശവാദം? സർക്കാരിൽ നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് പണിയുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ലോണുകൾ, പിന്നെ കോൺട്രാക്റ്റ് എടുത്തുകൊണ്ടുവന്ന ലോണുകൾ. ഈ പണം പിടിച്ചു വാങ്ങിയ ഒരു സ്വകാര്യ വ്യക്തിയെ കൊണ്ട് ഇത് ടോൾ പിരിപ്പെടുത്ത് അത് പിടിച്ചു വാങ്ങി വർഷങ്ങളായി. ഒരു അവസാനമില്ല ഇതിന്. കോസ്റ്റ് കവർ ചെയ്യില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂർ ടോൾ പ്ലാസയിൽ കോസ്റ്റ് ഒരിക്കലും കവർ ചെയ്യില്ല. കാരണം ഇപ്പുറത്ത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴൊന്നും അണ്ടർപാസ് ചെയ്തില്ല. ഇപ്പോൾ ചാലക്കുടി മുതൽ അങ്ങ് തൃശ്ശൂർ വരെയും കുതിരാൻ വരെയും ചില അണ്ടർപാസുകളും ഓവർബ്രിഡ്ജുകളും പണിയാണ്. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് വരെയാണ്. ഈ അഡീഷണൽ കോസ്റ്റും അതിൻ്റെ പലിശയും കൂടി ഈ ടോളിൽ പിരിക്കും.
അതായത് നമ്മുടെ ഒന്നും ഒരു 3 തലമുറ കഴിഞ്ഞാലും ഈ ടോൾ അവസാനിക്കില്ല, കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ ടോൾ പിരിച്ച് കേന്ദ്രം പണം മുടക്കുന്നു എന്ന് ഗമയടിക്കരുത്. വിഴിഞ്ഞം തുറമുഖം പോലെ ആയിപ്പോവും. വിഴിഞ്ഞം തുറമുഖത്തിൽ ജനങ്ങൾ മനസ്സിലാക്കണം, 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയിട്ടില്ല. പിന്നെ BJP പണം മുടക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് അടിക്കാൻ പൈസ ചിലവാക്കിയിട്ടുണ്ട്, പൊങ്ങച്ചം കാണിക്കാൻ. 1 പൈസ നിങ്ങളെ കണക്ക് കാണണം. നിങ്ങളെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ BJP തയ്യാറാണോ? കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണോ? കേന്ദ്ര ഗവൺമെൻറ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചിലവാക്കിയ പൈസ. പിന്നെ അദാനി നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് അദാനി മുടക്കിയ കാശ് ഞങ്ങളുടെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ് പണം മുടക്കിയത്. വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടച്ചതും സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പലിശയുടെ പലിശയും ചേർത്ത് 30 കൊല്ലം കഴിയുമ്പോൾ ഏതാണ്ട് 10,000-ലധികം കോടി രൂപ തിരിച്ചടയ്ക്കണം. ആര്? അന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ. അതിനും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമൊന്നുമില്ല. വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ പോലും കേന്ദ്ര സഹായം നൽകാതെ നമ്മളെ വലിക്കണം. കടം തരുന്നതൊന്നും സഹായമല്ല. ഇപ്പോൾ വയനാട്ടിൽ മഹാദുരന്തം നടന്നു. ആ ദുരന്തത്തിൽ സഹായിച്ചത് കടമായിട്ടാണ്. അത് കടമായിട്ടാണ്. കാരണം നമ്മൾ ഈ പുരാണത്തിലൊരു കഥയുണ്ട്, ഈ നരസിംഹമൂർത്തി അവതരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് പിന്നെ അസുരനെ കൊല്ലാൻ വരം വാങ്ങിച്ചു. അദ്ദേഹം വരം വാങ്ങിച്ചിട്ട് പറഞ്ഞു, എന്നെ കരയിൽ വെച്ച് കൊല്ലരുത്, വെള്ളത്തിൽ വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, വീട്ടിനകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പുരുഷൻ കൊല്ലരുത്, സ്ത്രീ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്. അങ്ങനെ ഇതൊന്നും അല്ലാതെ ഒടുവിൽ മടിയിലിരുത്തി കുടൽ വലിച്ചു കയറി, ആയുധമൊന്നുമല്ല, ആയുധം കൊണ്ട് കൊല്ലരുത്, നാം കൊണ്ട് രാവും പകലും അല്ലാത്ത സന്ധ്യാസമയത്ത് കട്ടളയിലിരുത്തി കൊന്നുവെന്നാണ് കഥ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഓഫറുകൾ വയ്ക്കുകയാണ്. അതായത് വയനാട്ടിലേക്ക് പണം തന്നിരിക്കുന്നു, കടമാണ്. പക്ഷേ 15-ാം തീയതിക്ക് മുമ്പ് പണി തീർത്ത് തന്നില്ലെങ്കിൽ, ഒരു 15 ദിവസമേ ഉള്ളൂ, മൊത്തം 41 ദിവസം കണ്ടേ ഉള്ളൂ. ഈ 40 ദിവസം കൊണ്ട് പണി തീർത്ത് തന്നില്ലെങ്കിൽ തരത്തില്ല. അപ്പോൾ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. അപ്പോൾ ആ നയങ്ങൾ കണ്ടിട്ട് അത് മാത്രമല്ല, ഈ ടോള് പിരിച്ചെടുക്കുമ്പോൾ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് കിട്ടുമില്ല. നമ്മൾ മുടക്കിയ പൈസ സ്ഥലമെടുത്തു, അവിടെ തീർന്നു. അത് ജനങ്ങളുടെ പോക്കറ്റിലെത്തി, ബാങ്ക് അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. പണിയുന്ന പൈസയ്ക്കാണ് ടോൾ പിരിക്കുന്നത്. ഇനിയും കണക്കെഴുതുമ്പോൾ ഇതും കൂടെ ചേർത്ത് കണക്കെഴുതിയിട്ട് ടോൾ പിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അവർ പണിയാൻ മുടക്കുന്ന പൈസ അതും കേന്ദ്ര ഗവൺമെൻറ് ഒന്നുമല്ല മുടക്കുന്നത്. ഇതൊരു കോൺട്രാക്റ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലോണൊക്കെ എടുത്തുകൊണ്ട് അവർ മുടക്കുന്നു. അവരുടെ ഡിസൈൻ നമ്മളിതെല്ലാം സഹിച്ചോണം. വീട്ടിൽ വെള്ളം ഇറങ്ങിയാലും, വീട്ടിൽ കയറാൻ വഴിയില്ലാതെ വന്നാലും, മണ്ണിടിഞ്ഞ് വീട്ടിനകത്ത് വന്നാലും എല്ലാം നമ്മൾ സഹിച്ചോണം. പിന്നെ കേരളത്തിൽ 5000 കോടി ചിലവാക്കിയിട്ട് ഈ പദ്ധതിയുടെ ഇവിടുത്തെ സൂത്രധാരകൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? വിഴിഞ്ഞത്ത് നമ്മളിപ്പം പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ നമ്മൾ വിഴിഞ്ഞം പോലെ വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ ഒരു പുതിയ മാർക്കറ്റ് പണിതു. ആ മാർക്കറ്റ് പണിയാൻ ഉദ്ഘാടനം ചെയ്യാൻ LSTD മിനിസ്റ്റർ വിളിച്ചിരിക്കും. കാരണം ആ പരിപാടി ഗംഭീരമാക്കാൻ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മന്ത്രിയെ വിളിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ അത് പിന്നെ ഇപ്പം LSTD മന്ത്രി കിട്ടിയില്ല, ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടിൻ്റെ പൈസ കൊടുക്കാണോ പഞ്ചായത്ത് മാർക്കറ്റ് പണിത്? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം വേലത്തരങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കണം. ഇതൊക്കെ കളിപ്പീര് പരിപാടികളാണ്. ഈ NH ഞങ്ങളുടേതാണ് നിങ്ങളാണ് തർക്കമില്ല. 5000 കോടി രൂപ കൊടുത്ത് സ്ഥലം എടുത്ത് കൊടുത്തില്ലെങ്കിൽ NH ഉണ്ടാവില്ല. ഒരു വീട് വയ്ക്കണമെങ്കിൽ എന്താണ്? സ്ഥലം വേണം. അപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമയാണ് വീടിൻ്റെ ഉടമ. സ്ഥലമില്ലെങ്കിൽ വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, വീട് വയ്ക്കണം, പക്ഷേ സ്ഥലമില്ല. ഇപ്പോൾ പണിയുന്ന പൈസയും കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നുമല്ല. ഇത് മുഴുവൻ ജനങ്ങളുടെ പൈസയാണ്. നമ്മുടെ ഖജനാവിലെ പണമല്ല, നമ്മൾ നികുതി കൊടുത്ത പണമല്ല, നമ്മളിന്ന് പിടുങ്ങാൻ പോകുന്ന പണമാണ്. പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ടോൾ പിരിച്ച് നമ്മളിൽ നിന്ന് പിടുങ്ങാൻ പോകുന്ന പൈസയാണ്. അതുകൊണ്ട് പൊങ്ങച്ചൊന്നും കേന്ദ്ര ഗവൺമെൻറ് അടിക്കേണ്ട, അതിന് വേണ്ടി ആരും സംസാരിക്കുകയും വേണ്ട. ഇത് മനസ്സിലാക്കാതെ കേരളത്തിലെ മാധ്യമങ്ങൾ നീങ്ങുന്നത് ശരിയല്ല. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. ഇവിടുത്തെ PWD നാഷണൽ ഹൈവേയുടെ ചീഫ് എഞ്ചിനീയറോടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടോ ചോദിക്കുക. അവർ ഈ പദ്ധതിയിൽ അവർ നോട്ടക്കാർ മാത്രമാണ്. അവർ നോട്ടക്കാരാണ്. ഡിസൈനൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്, കോൺട്രാക്ടറാണ്. അവരെ സൗകര്യം പോലെ അവർ ചെയ്യും. ശരിക്കും അതായത് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്നത് നോക്കുകൂലിയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറ്റാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ പൈസ മുടക്കാതെ തന്നെ കരാറുകാരെ കൊണ്ട് പൈസ മുടപ്പിക്കുന്നു, കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് പൈസ മുടപ്പിക്കുന്നു, എന്നിട്ട് ടോളിനത്തിൽ കോടാനുകോടി പിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. വരുമാനം മുഴുവനും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ. അക്ഷരാർത്ഥത്തിൽ പോക്കറ്റടി. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.